നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. കാലം പടിയിറങ്ങി, MT ഇനി ദീപ്ത സ്മരണ. വള്ളുവനാടൻ സ്ഥിര യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് എഴുത്തിന്റെ നാലുകെട്ടൊരുക്കിയ പ്രതിഭയ്ക്ക് നാടിന്റെ പ്രണാമം. MT വിടവാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം വിങ്ങി കൂടല്ലൂർ ഗ്രാമം. കൂടല്ലൂരിന് നഷ്ടമായത് പ്രിയപ്പെട്ട വാസുവേട്ടൻ. ചെറുതുരുത്തിയിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം പുഴയിൽ തള്ളിയ കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. നിലമ്പൂർ വഴിക്കടവ് കുന്നുമ്മൽ സൈനുൽ ആബിദ് കൊലക്കേസിൽ പിടിയിലായത് 6 പേർ. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ. മേൽക്കുരയിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവാകുന്നു. വൻ ദുരന്തമൊഴിവാകുന്നത് തലനാരിഴയ്ക്ക്. യുദ്ധകാലാടിസ്ഥാനത്തിൽ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. മങ്കര മഞ്ഞക്കരയിൽ കനാൽ റോഡിന്റെ വശങ്ങളിൽ കൈവരിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. കൈവരി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ചെവി കൊടുക്കാതെ ഇറിഗേഷൻ വകുപ്പ്. അധികൃതരുടെ അലംഭാവത്തിനെതിരെ പ്രതിഷേധം ശക്തം. വാർത്തകൾ വിശദമായി. വള്ളുവനാടൻ സ്ഥിര യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് എഴുത്തിന്റെ നാലുകെട്ടു സൃഷ്ടിച്ച MT ഇനി ഓർമ്മ. മഹാസമുദ്രങ്ങളെക്കാൾ ഇഷ്ടം നിളാനദിയെന്ന് പ്രഖ്യാപിച്ച MT വിട പറയുമ്പോൾ അക്ഷരലോകത്ത് ഒരു യുഗത്തിനാണ് പര്യവസാനമാകുന്നത്. മഞ്ഞുകാലം പിന്നിടും മുമ്പേ മലയാളത്തിന്റെ അനശ്വര സാഹിത്യകാരൻ MT വാസുദേവൻ നായർ യാത്രയായി. നാലുകെട്ടുകളും മരുമക്കത്തായവും ഓപ്പോളും തുടങ്ങി വള്ളുവനാടിന്റെ സ്ഥിര യാഥാർത്ഥ്യങ്ങളും ആർദ്രമായ ശൈലികളും നിറഞ്ഞുനിന്ന ഭാവനാസമ്പന്നമായ ലാളിത്യത്തിന്റെ പ്രപഞ്ചം തീർത്താണ് MT നിരവധി തലമുറകളെ സ്വാധീനിച്ചത്. ഒടുവിൽ മലയാളത്തിന്റെ ഒരേ ഒരു MT കഥാവശേഷനായി. രാത്രി 10 മണിയോടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു MT വാസുദേവൻ നായരുടെ അന്ത്യം. 91 വയസ്സായിരുന്നു. കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് 16 പുലർച്ചെയാണ് MTയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. MTയോടുള്ള ആദരസൂചകമായി 26, 27 തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. MTയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഒഴിവാക്കി. എഴുത്തിന്റെ വിപുലമായ പ്രപഞ്ചമാണ് MT ഇവിടെ ബാക്കി വയ്ക്കുന്നത്. ഇരുട്ടും മെഴുക്കും നിറഞ്ഞ അകത്തളങ്ങളിൽ പുറം ലോകത്തിൻ്റെ പകിട്ടുകൾ പരിചിതമല്ലാത്ത കഥാപാത്രങ്ങൾ പലതും ഒരു പ്രാദേശിക സംസ്കാരത്തിൻ്റെ കയ്യൊപ്പുകളായി. രണ്ടാമൂഴമില്ലാത്ത മനുഷ്യജീവിതത്തോട് വിട പറയുകയാണ് MT വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭ. അറിയുന്നതും അറിയപ്പെടാത്തതുമായ ദേശങ്ങളിലേക്ക് പലകുറി സഞ്ചരിക്കുമ്പോഴും നിളാനദിക്കരയിലേക്ക് കൂടല്ലൂരിൻ്റെ 4 അതിരുകൾക്കുള്ളിലെ മാനസിക സുരക്ഷിതത്വം ആസ്വദിക്കാൻ മടങ്ങിയെത്തിയിരുന്ന MTയും കുറേ കഥാപാത്രങ്ങളും. കഥാകൃത്ത് എന്ന നിലയിൽ സാഹിത്യജീവിതം ആരംഭിച്ച MT പത്രാധിപർ, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, സംവിധായകൻ തുടങ്ങി ആവിഷ്കാര മാധ്യമത്തിൻ്റെ ഭിന്നദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. തകർന്നുപോയ ഫ്യൂഡൽ ക്രമങ്ങൾ മറികടക്കാനുള്ള വഴികൾ തേടി അലഞ്ഞവരെ ആ കഥാപ്രപഞ്ചത്തിൽ നമുക്ക് കാണാം. പാരമ്പര്യവും യാഥാർത്ഥ്യവും ചലനാത്മകവും തുടർച്ചയുമാണെന്ന് ആ കഥാലോകത്ത് തിരിച്ചറിയാനാകുന്നു. യാത്രകൾക്കു ശേഷം മടങ്ങിയെത്തുന്നവരെ കാത്തിരുന്നത് എന്നും രൂപപരിണാമം വന്ന മണ്ണും മനുഷ്യരും വഴികളും. കാത്തിരുന്നവരിൽ ദുരിതപർവം താണ്ടുന്ന സ്ത്രീ ജീവിതങ്ങളുടെ നിശ്ചല മാതൃകകളായ അമ്മയും പെങ്ങളും നഷ്ടപ്രണയങ്ങളും, പിന്നെ പോകാനിടമില്ലാത്ത വലിയൊരു പുരുഷ സമൂഹവും. നാലുകെട്ടുകളും അണുകുടുംബങ്ങളും കടന്ന് MT നടത്തിയ ഭൂതദേശ സഞ്ചാരങ്ങൾ ദൃഢയാഥാർത്ഥ്യങ്ങളുടെ പുനർനിർമ്മാണമായി നിലനിൽക്കുമ്പോൾ അദ്ദേഹം കഥാവശേഷനാകുന്നു. 7 പതിറ്റാണ്ട് എഴുത്തിൻ്റെ വസന്തം തീർത്ത പ്രതിഭയാണ് 91 വയസ്സിൽ വിടവാങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് STV. MT വിടവാങ്ങുമ്പോൾ മലയാളത്തിനേക്കാൾ വിങ്ങുകയാണ് കൂടല്ലൂർ ഗ്രാമം. കൂടല്ലൂരുകാർക്ക് നഷ്ടമാകുന്നത് അവരുടെ വാസുവേട്ടനെയാണ്. കണ്ണാന്തളിയും കൊടിക്കുന്നത്തമ്മയും നിളയും തൂതയുമെല്ലാം അക്ഷരങ്ങളാൽ സമൃദ്ധമാക്കിയ വാസുവേട്ടനെ, കൂടല്ലൂരിനെ ലോകമറിയുന്നത് MTയിലൂടെയാണ്. കൂടല്ലൂരിൻ്റെ വീട്ടുമൊഴികളും നാട്ടുവഴികളും നിറഞ്ഞതാണ് MTയുടെ കഥാപ്രപഞ്ചം. തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒത്തുകൂടുന്ന കൂട്ടക്കടവുള്ള കൂടല്ലൂർ ഗ്രാമം. മടത്ത് തെക്കേപ്പാട്ട് തറവാടും കൊടിക്കുന്നത്തമ്മയും പള്ളിപ്പുരവും കണ്ണാന്തളിയും നിളയും അക്ഷരങ്ങളിൽ നിറയ്ക്കുന്ന എഴുത്തുകാരൻ. MTയുടെ വിരലുകളിൽ അക്ഷരങ്ങൾ പതിഞ്ഞ ഇടങ്ങളിലെല്ലാം ഉണ്ടാകും കൂടല്ലൂർ എന്ന കഥയുടെ ഭൂമിക. കൂടല്ലൂർ ഗ്രാമം MTക്ക് കൊടുത്ത കഥകൾക്ക് കയ്യും കണക്കുമില്ല.
അതുകൊണ്ട് MTയിൽ നിന്ന് കൂടലൂരിനെയോ കൂടലൂരിൽ നിന്ന് MTയെയോ വേർതിരിക്കാനാകില്ല. കൊയ്യും തോറും കതിരിടുന്ന വയൽ പോലെ കഥകൾ ഇരമ്പി വന്നു. MT കൊയ്തത് അതിലേതാനും കഥക്കറ്റകൾ മാത്രം. അതൊന്നും പതിരായിരുന്നില്ല, കതിരായിരുന്നു എന്നതാണ് നേര്. MT കഥകളിൽ നാം അറിഞ്ഞ കൂടലൂർ ഇന്നില്ല. നിളയിൽ നിന്ന് മണൽ ലോറികളിൽ കയറിപ്പോയി, കുന്നുകൾ നിലം പൊത്തി. നാളുകൾ കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഗ്രാമമുണ്ടായിരുന്നു എന്നതിൻ്റെ ഒരേ ഒരു തെളിവ് കൂടല്ലൂരിൻ്റെ പ്രിയപ്പെട്ട വാസുവേട്ടൻ അനശ്വരമാക്കിയ കഥകൾ മാത്രമായിരിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പട്ടാമ്പി പരുതൂരിലെ കതിരിട്ട പാടശേഖരങ്ങൾക്കും കൊടിക്കുന്നിനും MTയെക്കുറിച്ച് ഏറെ പറയാനുണ്ട്. കുന്നത്തേക്കാവും മരവും മലയാളിക്ക് ഹൃദ്യമാക്കിയ MTയെ ഓർക്കുകയാണ് കൊടിക്കുന്ന് ഗ്രാമം. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂവറുക്കാൻ പോരുന്നു പൂങ്കുയിലെ പെണ്ണാളെ. 1968 MTയുടെ തൂലികയിൽ പിറന്ന അസുരവിത്ത് ചിത്രത്തിലെ ഈ ഗാനം ഇന്നും മലയാളികൾ നെഞ്ചേറ്റുന്നു. MTയുടെ കഥകളിൽ നിറയുന്ന കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിറവികൊണ്ട ഗാനം. MTക്കെന്നും പ്രിയപ്പെട്ട ഇടമാണ് കൂടല്ലൂരും കൊടിക്കുന്നും. കൊടിക്കുന്നിലെ പരദേവതയെ കാണാൻ MT ഇടയ്ക്കൊക്കെ ഇവിടെ എത്തും. പിറന്നാൾ ദിനങ്ങൾ MT ചിലവിടുന്നതും കൊടിക്കുന്നിൻ്റെ മണ്ണിലാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഓരോ വർഷവും ജന്മദിനത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഭഗവതിയെ വണങ്ങി പോകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷവുമായി ബന്ധപ്പെട്ട് കുടുംബസമേതം അദ്ദേഹം ഈ ക്ഷേത്രത്തിലെത്തുകയും ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം വേണ്ട രീതിയിൽ അന്വേഷിച്ച് ഒരു ദിവസം കമ്മിറ്റി അംഗങ്ങളെല്ലാവരും കോഴിക്കോട്ടേക്ക് വരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോവുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് മോശപ്പെട്ട അവസ്ഥയായിരുന്നെങ്കിലും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആധുനികതയുടെ മാറ്റങ്ങൾ വന്നപ്പോഴും കൊടിക്കുന്ന് സെൻറ്ററിൽ മാറ്റമില്ലാതെ നിലകൊള്ളുന്നത് ഒന്നേയുള്ളൂ: ഭഗവതി വിലാസം ടീ സ്റ്റാൾ. ഈ ചായക്കട ഇന്നും 70കളിൽ തന്നെയാണ്. MTയുടെ കഥകളിൽ ഭഗവതി വിലാസം ടീ സ്റ്റാൾ ഇങ്ങനെ തന്നെയാണ് അന്നും ഇന്നും. ബെഞ്ചും ഡെസ്കുമൊക്കെ ഉണ്ടെങ്കിലും തേക്കാത്ത തിണ്ടത്തിരുന്നുള്ള ചായകുടിയാണ് അദ്ദേഹത്തിന് എന്നും ഇഷ്ടം. MTക്ക് ഇവിടെ സുഹൃത്തുക്കളേറെയുണ്ട്. ഇടയ്ക്കൊക്കെ സന്ദർശനം നടത്തുന്ന അദ്ദേഹത്തെ കാണാൻ ഒരുപാട് പേരെത്തും. പക്ഷേ ഇന്ന് കൊടിക്കുന്ന് മൗനത്തിലാണ്. പരദേവതയെ തൊഴാനും തിണ്ടത്തിരുന്ന് ചായ കുടിക്കാനും സൗഹൃദം പങ്കുവയ്ക്കാനും ഇനി MT ഇല്ലല്ലോ എന്ന വിങ്ങൽ. അത് കൊടിക്കുന്നിലെ ഗ്രാമീണരുടെ കണ്ണുകളിൽ പോലും പ്രകടമാണ്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം അത്യന്തം അപകടാവസ്ഥയിൽ. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം രാവിലെ ബസ്സുകൾ പുറത്തുപോകുന്ന കമാനത്തിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീണു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. രാവിലെ 5:30 ബസ്സുകൾ പുറത്തുപോകുന്ന കമാനത്തിൽ നിന്നാണ് കോൺക്രീറ്റ് കഷ്ണങ്ങൾ അടർന്നു വീണത്. സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തുപോയതിനു പിന്നാലെയാണ് കോൺക്രീറ്റ് അടർന്നു വീണത്. മാസങ്ങൾക്ക് മുമ്പ് ഇതേ കെട്ടിടത്തിൽ നിന്ന് കോൺക്രീറ്റ് കഷ്ണം അടർന്നു വീണ് ലോട്ടറി വിൽപ്പനക്കാരന് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്ന് ബലക്ഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കെട്ടിടത്തിലെ വ്യാപാരികളുമായി നഗരസഭ ചർച്ച നടത്തുകയും ഒഴിഞ്ഞുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ലേല നടപടികൾ സ്വീകരിക്കുമ്പോൾ പ്രസ്തുത കടമുറികളിലെ വ്യാപാരികൾക്ക് മുൻഗണന നൽകാമെന്ന ഉൾപ്പെടെയുള്ള ചർച്ച നടത്തിയാണ് തീരുമാനമെടുത്തത്. കെട്ടിടം ഇപ്പോൾ വലിയ അപകടാവസ്ഥയിലാണ്. പലപ്പോഴും കെട്ടിടഭാഗങ്ങൾ അടർന്നു വീഴുന്നുണ്ട്. ബുധനാഴ്ച ബസ് പുറത്തുപോകുന്ന കവാടത്തിൽ ഒരു ബസ് പുറത്തുപോയ സമയത്താണ് സീലിംഗ് ഉൾപ്പെടെയുള്ള ഭാഗം അടർന്നു വീണത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തമൊഴിവായത്. നഗരസഭയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൗൺസിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം. ഏത് സമയവും നിലംപൊത്താവുന്ന കെട്ടിടം പൊളിച്ചു മാറ്റണം എന്നതാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ചെറുതുരുത്തിയിൽ നടന്ന യുവാവിന്റെ കൊലപാതക കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി. നിലമ്പൂർ വഴിക്കടവ് കുന്നുമ്മൽ സൈനുൽ ആബിദ് കൊലക്കേസിലെ 6 പ്രതികളെയാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്.
ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടവിനോട് ചേർന്ന് ചൊവ്വാഴ്ച രാവിലെ പുഴയിലാണ് മരിച്ച നിലയിൽ 39 വയസ്സുള്ള യുവാവിനെ കണ്ടെത്തിയത്. തുടർന്ന് നടന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. കഞ്ചാവ് മാഫിയയുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ട് പോലീസിന് നേരത്തെ ലഭിച്ചിരുന്നു. ഇത്തരം ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിനൊടുവിൽ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് ബേപ്പൂരിൽ നിന്നുമാണ് അതിസാഹസികമായി മുഴുവൻ പ്രതികളെയും പിടികൂടിയത്. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന പാളയം കൊട്ടക്കര വീട്ടിൽ 29 വയസ്സുള്ള റജീബ്, ചെറുതുരുത്തി പുതുശ്ശേരി ലക്ഷ്മീട് കോളനിയിൽ താമസിക്കുന്ന ചോമയിൽ വീട്ടിൽ 34 വയസ്സുള്ള സുബൈർ, ചെറുതുരുത്തി കല്ലഴിക്കുന്നത്ത് വീട്ടിൽ 26 വയസ്സുള്ള അഷറഫ്, ചെറുതുരുത്തി പള്ളത്താഴത്ത് വീട്ടിൽ 30 വയസ്സുള്ള അബ്ദുൾ ഷഹീർ, ചെറുതുരുത്തി പുതുശ്ശേരി അന്ത്യംകുളം വീട്ടിൽ 24 വയസ്സുള്ള ഷാഫി, കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന കൊട്ടര വീട്ടിൽ 25 വയസ്സുള്ള ഷജീർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. മരിച്ച സൈനുൽ ആബിദ് നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയാണ്. വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. കഞ്ചാവ് കേസുമായി ജയിലിൽ കിടക്കുമ്പോഴാണ് റജീബുമായി പരിചയപ്പെടുന്നത്. ഈ ബന്ധം ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മരിച്ച സൈനുൽ ആബിദ് റജീബിന്റെ വീട്ടിൽ വന്നു വില കൂടിയ സാധനം മോഷ്ടിച്ചു കൊണ്ടുപോയി. ആ സാധനം നിരവധി തവണ ചോദിച്ചിട്ടും ഇദ്ദേഹം തരാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. മരിച്ച സൈനുൽ ആബിദിനെ വേറെ ആളുകൾ വിളിച്ചു വരുത്തി ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടവിൽ വെച്ച് ഇവർ മദ്യപിക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യലിൽ ക്രൂരമായി വർദ്ധിച്ച് വാരിയല് ചവിട്ടിയൊടിക്കുകയും തുടർന്ന് മരണം ഉറപ്പായപ്പോൾ വെള്ളത്തിലേക്ക് എടുത്തെറിയുകയുമായിരുന്നു. മീൻവല സമീപത്ത് വെച്ച് മീൻ പിടിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വെള്ളത്തിൽ വീണ് മരിച്ചതാവാമെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. തുടർന്ന് പ്രതികൾ കോയമ്പത്തൂരിലേക്കും ബേപ്പൂരിലേക്കും സ്ഥലം വിടുകയായിരുന്നു. വേറൊരു കൂട്ടുകാരന്റെ ഫോൺ അവിടെ മറന്നുവെച്ചതാണ് പോലീസുകാർക്ക് പ്രതികളിലേക്ക് എത്താൻ സഹായിച്ചത്. കൊലപാതക കേസിലെ പ്രതികളെ പിടിക്കുന്നതിനായി രൂപീകരിച്ച പ്രത്യേക സംഘത്തിൽ ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ, SI നിഖിൽ, SI സുഭാഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K ജയകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ജയകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ മുഴുവൻ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പൈങ്കുളത്ത് കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം തെറ്റി സിമന്റ് കാലിലിടിച്ച് തകർന്നു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ ഉണ്ടായിരുന്ന വാണിയംകുളം സ്വദേശികളായ 2 കുട്ടികളടക്കം മാതാവിനും ഡ്രൈവർക്കും പരിക്കേറ്റു. ഇവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മങ്കര മഞ്ഞക്കര ചെവുരി കനാൽ റോഡിൽ കൈവരി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തിന് നടപടിയെടുക്കാതെ മലമ്പുഴ ഇറിഗേഷൻ വകുപ്പ്. മങ്കര പോലീസ് സ്റ്റേഷനു സമീപത്തു നിന്നും ചെവുരി മഞ്ഞക്കര പോകുന്ന കനാൽ റോഡിനാണ് കൈവരിയില്ലാത്തത്. 7 മീറ്റർ താഴ്ചയുള്ള കനാലാണിത്. തൊട്ടുരുമയാണ് ഗ്രാമീണ റോഡ് കടന്നുപോകുന്നത്. നിത്യേന നിരവധി വാഹനങ്ങൾ ഈ വഴിക്ക് പോകുന്നുണ്ട്. അടിയൊന്നു തെറ്റിയാൽ വാഹനം കനാലിലേക്കായിരിക്കും വീഴുക. 50 മീറ്ററെങ്കിലും കനാലിന് കൈവരി സ്ഥാപിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകും. രാത്രി കാലങ്ങളിലാണ് വാഹനങ്ങൾക്ക് പ്രയാസം. മലമ്പുഴ ഇറിഗേഷൻ വകുപ്പാണ് നടപടിയെടുക്കേണ്ടത്. വലിയ അപകടങ്ങൾ സംഭവിക്കുന്നതിന് മുൻപ് കനാൽ റോഡിൽ കൈവരി സ്ഥാപിച്ച പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് നമ്മുടെ മലമ്പുഴ വെള്ളം വരുന്ന മഞ്ഞക്കര പരീശ്ശേരി പാടശേഖരത്തേക്കുള്ള കനാലാണ്. പക്ഷേ ഇവിടുന്ന് നമ്മുടെ മങ്കരയിൽ നിന്ന് ഈ കൂട്ടുപാതയിൽ നിന്ന് നമ്മൾ ഈ 2 സൈഡും ഈ സൈഡ് റോഡാണ്. ഈ റോഡിൻ്റെ ഈ 2 സൈഡും മണ്ണിടിഞ്ഞിട്ട് ഈ കനാലിൽ തന്നെ തീർച്ചയായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കനാലിൽ ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ 200 മീറ്റർ എങ്കിലും കൈവരി കെട്ടിയിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം അതിൻ്റെ അപ്പുറത്തൊരു വീടാണ്. ആ വീട്ടിൽ നിന്നുള്ള മണ്ണൊലിച്ചിട്ട് ഈ ഭാഗത്ത് എപ്പോഴും മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ മണ്ണ് ഇടിച്ചിട്ട് ഇവിടെ അതായത് കനാല് മൂടുകയാണ് ചെയ്യുന്നത്. എല്ലാ സമയത്തും എല്ലാ വർഷവും ഇത് മറിച്ച് അല്ലെങ്കിൽ തോണ്ടി പുറത്തേക്ക് ഇടുകയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൈവരി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഉപകാരമായിരിക്കുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നവീകരണം പൂർത്തിയായ അമ്പലപ്പാറ പടകാളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് നാടിന് സമർപ്പിച്ചു. K പ്രേംകുമാർ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പടകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. റോഡിന്റെ ഉദ്ഘാടനം K പ്രേംകുമാർ MLA നിർവഹിച്ചു. പടകളിപ്പറമ്പ് റോഡ്, പടകളിപ്പറമ്പ് മുതലപ്പാറക്കാവ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി ഒട്ടനേകം ഇടപെടലുകൾ സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ട്. ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള വളരെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ടുള്ള ഇടപെടൽ. അനിലെല്ലാം പറഞ്ഞിരുന്ന ഒരു മെമ്പർ എന്ന നിലയിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ പ്രവർത്തന കാലാവധിക്കകത്ത് പൂർത്തീകരിക്കേണ്ട വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ചില ധാരണകൾ മനസ്സിലുണ്ടാകും. അതിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഒരു മുൻകൈ സ്വാഭാവികമായി മെമ്പറുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്.
കൂനന്മല വാർഡ് മെമ്പർ കെ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. CC രാജൻ, കെ ലക്ഷ്മണൻ, കെ വിനോദ്, എസ് സഞ്ജീവ്, എ മോഹൻദാസ്, PU വിനീത, KK ശിവശങ്കരൻ, KV സോമസുന്ദരൻ, കെ ദിനേശ്, TP രവി എന്നിവർ പങ്കെടുത്തു. P ഹരിദാസ് മാസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാപ്പിളപ്പാട്ടുകൾ ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രതീകമല്ലെന്ന് മാപ്പിളപ്പാട്ട് കലാകാരി ഷർമിള ഷെറിൻ. അമൂല്യമായ ജലസമ്പത്ത് സംരക്ഷിക്കാൻ ഓരോ വ്യക്തിയും ഭഗീരഥനാകണമെന്ന സന്ദേശമാണ് ഗംഗാ പ്രയാണമെന്ന മോഹിനിയാട്ടം നൽകുന്നതെന്ന് നർത്തകി കലാമണ്ഡലം ഷീന സുനിൽ. പാലക്കാട് പ്രസ് ക്ലബിന്റെ മീറ്റ് ദി ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. അറബികളുമായുള്ള കച്ചവട ബന്ധത്തിന്റെ ഭാഗമായാണ് ഇവിടെ മാപ്പിളപ്പാട്ട് എന്ന കലാരൂപം ഉത്ഭവിച്ചതെന്ന് ഷർമിള ഷെറിൻ പറഞ്ഞു. സംസ്കൃത മലയാള സംയോജ ഭാഷ പോലെ മലയാളത്തിൻ്റെയും അറബിയുടെയും സങ്കരമാണ് മാപ്പിളപ്പാട്ട്. വായ്മൊഴിയായി പ്രചരിച്ച മാപ്പിളപ്പാട്ട് ലിഖിതമായി തീർന്നതോടെ ചിട്ടയായ പ്രാസവും വൃത്തവും കൈവരിച്ചു. പ്രണയവും വിഷാദവും വിരഹവും വേദനയും ധീരതയും യുദ്ധവും യോദ്ധാവും മാപ്പിളപ്പാട്ടിൻ്റെ വിഷയങ്ങളാണ്. ഏറനാടൻ ഭാഷാ പ്രയോഗത്തിൽ ഏറെ പ്രചരിക്കുന്ന മാപ്പിളപ്പാട്ട കലാരൂപം ഇന്ന് എല്ലാ വിഭാഗവും ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഷർമിള ഷെറിൻ പറഞ്ഞു. പേര് സൂചിപ്പിക്കുന്നത് അതൊരു സാമുദായിക പേര് എന്നുള്ള രീതിക്കാണെങ്കിൽ പോലും അതിന്ന് വളരെയധികം മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കലാരൂപമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നത്. കാരണം മാപ്പിളമാർ എന്ന് പറയുന്നത് കേവലം ഒരു സമുദായത്തിൻ്റെ പേരിനപ്പുറത്തേക്ക് അത് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ചില സാംസ്കാരികമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. നൂറ്റാണ്ടുകളായിട്ട് മലബാർ മേഖലയിൽ അറബികളുമായിട്ട് നീണ്ടു നിന്നിരുന്ന കച്ചവട ബന്ധങ്ങളിലൂടെയാണ് സത്യത്തിൽ മാപ്പിളമാർ എന്നുള്ളൊരു വിഭാഗത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും അറബി മലയാളം എന്നുള്ളൊരു സംഘഭാഷയുടെയും ഒരു ഉദയമുണ്ടാകുന്നത്. മുമ്പ് നമ്മുടെ ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛനും ചെറുശ്ശേരിയൊക്കെ നമുക്ക് നൽകിയിട്ടുള്ള ഒരു പ്രത്യേക ഭാഷാ രീതിയുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയുമായിരിക്കും. നമ്മുടെ വീടുകളിലുള്ള രാമായണവും പിന്നെ മലയാളീകരിച്ച മഹാഭാരതമൊക്കെ നമ്മളിൽ പലരും വായിച്ചിട്ടുള്ളത് മണിപ്രവാളം എന്നറിയപ്പെടുന്ന ആ ഒരു സാഹിത്യശാഖയിലാണ്. ഗംഗയുടെ ഉദ്ഭവവും ഗംഗയ്ക്ക് ലഭിച്ച ശാപവും മോക്ഷവുമെല്ലാം ഉൾപ്പെടുത്തിയാണ് ഗംഗാ പ്രയാണം എന്ന മോഹിനിയാട്ടം ചിട്ടപ്പെടുത്തിയതെന്ന് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ഷീന സുനിൽ പറഞ്ഞു. ജലം മാനിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ പുരാണങ്ങളിലെ ജല ആരാധനയെയും സംരക്ഷിക്കേണ്ട ആവശ്യകതയെയും പറയുന്നതാണ് മുദ്രയും ചുവടുകളും. ഗംഗയെ നേരിട്ട് കാണാനും സ്പർശിക്കാനും കഴിഞ്ഞില്ലെങ്കിലും മരണശേഷം ചിതാഭസ്മമൊരുക്കി മോക്ഷം നേടാൻ പ്രേരിപ്പിക്കുന്നതും മോഹിനിയാട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. മോഹിനിയാട്ടത്തിൻ്റെ തനത് ചിട്ടവട്ടത്തിലാണ് ഗംഗാ പ്രയാണം രൂപപ്പെടുത്തിയിരിക്കുന്നതെന്നും ഷീന സുനിൽ പറഞ്ഞു. ഗംഗയെ ഒരു ഉപാധിയായി തെരഞ്ഞെടുത്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിലൂടെ നാം ഉദ്ദേശിക്കുന്നത് നമുക്ക് സർവ്വചരാചരങ്ങൾക്കും നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ജലം. ആ ജലസമ്പത്തിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു സന്ദേശം, ഒരു മെസ്സേജാണ് ഇതിലൂടെ നാം നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഗംഗയെ ഒരു ഉപാധിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഗംഗയുടെ ഹിസ്റ്ററി മുതൽ, അതായത് ഗംഗയുടെ ഉത്ഭവം, സ്വർഗംഗയായിട്ടുള്ള ഗംഗയുടെ ഉത്ഭവം മുതൽ ശാപം കിട്ടി ഭൂമിയിൽ അവതരിക്കുകയും അങ്ങനെ ഭീഷ്മ പിതാമഹന് ജന്മം നൽകുകയും അവിടുന്ന് വീണ്ടും തിരിച്ച് സ്വർഗലോകത്തേക്ക് പോവുകയും ചെയ്യുന്ന ഗംഗ, അങ്ങനെയുള്ള ഈ ഗംഗയുടെ ഒരു ജേണി ഇതിലൂടെ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓടന്നൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സപ്തദിന ക്യാമ്പ് തുടങ്ങി. ഹക്കുന മറ്റാറ്റ എന്ന നാമകരണത്തിലായിരുന്നു ക്യാമ്പ് തുടങ്ങിയത്. മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി പരിസരങ്ങളിലെയും പാതയോരങ്ങളിലെയും പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ നീക്കം ചെയ്ത് ശുചീകരിച്ചു. ഓടന്നൂർ ജംഗ്ഷനിൽ സാമൂഹ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. NSS ക്യാമ്പ് കോർഡിനേറ്റർ നിത്യ മോഹൻ നേതൃത്വം നൽകി. അധ്യാപകരായ നിമേഷ്, സൗമ്യ, മങ്കര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഉദയകുമാർ, സീനിയർ പോലീസ് കോൺസ്റ്റബിൾമാരായ ഉഷ, രാകേഷ്, ശ്രീകൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. പിന്നെ ഡ്രഗ്സ് നിങ്ങൾ പള്ളിയിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? ഡ്രഗ്സ് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ ഈ ടീച്ചറെ കാണുകയാണ് അല്ലേ? റോഡിൽ നിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ സംസാരിക്കാൻ എന്തെങ്കിലും കൂടെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. ടീച്ചറെ കാണുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ടീച്ചറെ കണ്ടാല്
അടുത്ത പോകും ടീച്ചറെ ഗുഡ് മോർണിംഗ് പറയും. അറിയില്ലേ? അല്ലെങ്കിൽ ടീച്ചർ അങ്ങനെ നിൽക്കട്ടെ വിചാരിക്കോ? വിചാരിക്കോ? ഇല്ല. ഒരാൾ കണ്ണു പിടിച്ച് റോട്ടിൽ കിടക്കുകയാണ്, നിങ്ങൾ അയാളുടെ അടുത്ത് പോയി ഗുഡ് മോർണിംഗ് പറയോ? എന്തുകൊണ്ടാ? പേടിയൊന്നും അയാൾ കണ്ണുപിടിച്ച് പോകില്ലാതെ കിടക്കല്ലേ? പെരുമാറ്റം, അയാളുടെ പെരുമാറ്റം ശരിയാവില്ല. എന്തുകൊണ്ടാണ് അയാളുടെ പെരുമാറ്റം ശരിയാവാത്തത്? ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ സഹകരണത്തോടെ ചെറുതുരുത്തിയിൽ നടക്കുന്ന കഥകളി മഹോത്സവത്തിന്റെയും കഥകളി സ്കൂളിന്റെ 16ാം വാർഷികത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 27-28 തീയതികളിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ചടങ്ങിൽ ഈ വർഷത്തെ കളിയച്ചൻ പുരസ്കാരം കഥകളി ആചാര്യൻ കലാമണ്ഡലം MPS നമ്പൂതിരിക്കും, നവജീവൻ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രനും സമ്മാനിക്കും. കൂടാതെ ചുട്ടികലാകാരി വിദേശ വനിത കലാമണ്ഡലം ബാർബറ വിജയകുമാർ, കഥകളി വേഷം കലാകാരൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരി എന്നിവർക്ക് ഗുരുപൂജ പുരസ്കാരവും നൽകും. ഉച്ചയ്ക്ക് 1:30 വിദ്യാർത്ഥികളുടെ കളിവിളക്ക് അരങ്ങേറ്റ മഹോത്സവം K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം യുവാർ പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം ക്ഷേമാവതി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കുമെന്ന് കഥകളി സ്കൂൾ ഡയറക്ടർ കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, മറ്റു ഭാരവാഹികളായ PG രതീഷ്, കൃഷ്ണകുമാർ പൊതുവാൾ, രവി കല്ലഴി എന്നിവർ പറഞ്ഞു. കഥകളി സ്കൂളിൻ്റെ 16ാം വാർഷികവും ദേശീയ കഥകളി മഹോത്സവവും നാളെയും മറ്റന്നാളുമായി കേരള കലാമണ്ഡലം എല്ലാ ക്യാമ്പസിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു അറിഞ്ഞിരിക്കുമല്ലോ. ദേശീയ കഥകളി മഹോത്സവവും കഥകളിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരവും അതുപോലെ തന്നെ മികച്ച സാംസ്കാരിക മാധ്യമ പ്രവർത്തനത്തിലുള്ള നവജീവൻ പുരസ്കാരവും കഥകളി മഹോത്സവത്തിൽ വെച്ച് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാർ നിർവഹിക്കും. പ്രശസ്ത കഥാകൃത്ത് MTയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ടാണ് ചെറുതുരുത്തി പ്രസ് ക്ലബ്ബ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കാലം പടിയിറങ്ങി MT ഇനി ദീപ്ത സ്മരണ. വള്ളുവനാടൻ സ്ഥിര യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് എഴുത്തിന്റെ നാലുകെട്ടൊരുക്കിയ പ്രതിഭയ്ക്ക് നാടിന്റെ പ്രണാമം. MT വിടവാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം വിങ്ങി കൂടല്ലൂർ ഗ്രാമം. കൂടല്ലൂരിന് നഷ്ടമായത് പ്രിയപ്പെട്ട വാസുവേട്ടൻ. ചെറുതുരുത്തിയിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം പുഴയിൽ തള്ളിയ കേസിൽ മുഴുവൻ പ്രതികളും അറസ്റ്റിൽ. നിലമ്പൂർ വഴിക്കടവ് കുന്നുമ്മൽ സൈനുൽ ആബിദ് കൊലക്കേസിൽ പിടിയിലായത് 6 പേർ. കൊലപാതകം ആസൂത്രിതമെന്ന് പോലീസ്. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം തകർച്ചാ ഭീഷണിയിൽ. മേൽക്കൂരയിൽ നിന്ന് കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നത് പതിവാകുന്നു. വൻ ദുരന്തമൊഴിവാകുന്നത് തലനാരിഴയ്ക്ക്. യുദ്ധകാലാടിസ്ഥാനത്തിൽ കെട്ടിടം പൊളിച്ചുമാറ്റാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. മങ്കര മഞ്ഞക്കരയിൽ കനാൽ റോഡിന്റെ വശങ്ങളിൽ കൈവരിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. കൈവരി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ചെവി കൊടുക്കാതെ ഇറിഗേഷൻ വകുപ്പ്. അധികൃതരുടെ അലംഭാവത്തിനെതിരെ പ്രതിഷേധം ശക്തം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.